ഹരി ഓം. വൈശാഖമാഹാത്മ്യം. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിവർണ്ണന. 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അതുപോലെ തന്നെയാണ് രാത്രിയും. രാത്രിയും പകലും ചേരുമ്പോൾ ഒരു ദിവസമാകും. 15 ദിവസം ഒരു പക്ഷം. 2 പക്ഷങ്ങൾ ചേരുമ്പോൾ ഒരു മാസം. 2 മാസം ചേർന്നാൽ ഒരു ഋതു. 3 ഋതുക്കൾ ചേർന്നാൽ ഒരു അയനം. 2 അയനങ്ങൾ ചേർന്നത് ഒരു വത്സരം. ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ 100 വർഷമാണ് ബ്രഹ്മകൽപ്പം. പിന്നീട് അത്രയും കാലം പ്രളയം. പ്രളയം 3 വിധമുണ്ട്: മാനവം, ദൈനംദിനം, ബ്രാഹ്മം എന്നിവയാണവ. ഓരോ മനുവിൻ്റെയും കാലം കഴിയുമ്പോൾ മാനവപ്രളയം ഉണ്ടാകുന്നു. 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയും. ബ്രഹ്മാവിൻ്റെ രാത്രി ദൈനംദിന പ്രളയം. ബ്രഹ്മാവ് ലയം പ്രാപിക്കുമ്പോൾ ബ്രഹ്മപ്രളയം. മാനവപ്രളയത്തിൽ ജീവനാശം ഉണ്ടാകുമെങ്കിലും ലോകനാശം ഇല്ല. പ്രളയശേഷം എല്ലാം പൂർവസ്ഥിതിയിലാകും. ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം വിഷ്ണുവിൻ്റെ ഒരു നിമിഷമാണ്. നിമിഷാന്ത്യത്തിൽ കുക്ഷിയിൽ കിടക്കുന്നവരെ സൃഷ്ടിക്കുവാൻ വിഷ്ണുവിന് ആഗ്രഹമുണ്ടായി. തൻ്റെ കുക്ഷി, അതായത് ഉദരത്തിൽ കിടക്കുന്ന അവ്യക്ത സ്വരൂപന്മാരിൽ ആരെയൊക്കെയാണ് മുക്തരാക്കേണ്ടത് എന്ന് ചിന്തിച്ചു. ആദ്യം ബ്രഹ്മാവിന് മോക്ഷം നൽകി. അതിനുശേഷം തത്വജ്ഞന്മാരായ മഹാത്മാക്കൾക്കും സായുജ്യം നൽകി. ചിലർക്ക് സാരൂപ്യവും ചിലർക്ക് സാമീപ്യവും ചിലർക്ക് സാലോക്യവും നൽകി. പിന്നീട് ചതുർവ്യൂഹത്തെ നിർമ്മിച്ചു. പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ എന്നീ 4 മൂർത്തികളാണ് ആ ചതുർവ്യൂഹത്തിനുള്ളത്. പ്രത്യുപ്നൻ സൃഷ്ടിയും അനിരുദ്ധൻ സ്ഥിതിയും സംഘർഷണൻ സംഹാരവും വാസുദേവൻ സർവരക്ഷയും നിർവഹിക്കുന്നു. ഭാഗവത ധർമ്മം. ശംഖമുനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ പ്രസാദിക്കുവാൻ ഏത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് കാട്ടാളൻ ചോദിച്ചു. അതിന് മുനി ഇങ്ങനെ ഉത്തരം പറഞ്ഞു: ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ്. സജ്ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. അതാണ് സാത്വിക ധർമ്മം. പ്രസിദ്ധമായ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നിഷ്കാമനായി ചെയ്യണം. ലോകവിരുദ്ധമായ കർമ്മമായാലും നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് സാത്വികമാണ്. സർവകർമ്മങ്ങളും സർവധർമ്മങ്ങളും സർവദാ വിഷ്ണുവിൽ സമർപ്പിക്കണം. അതും സാത്വിക കർമ്മത്തിൽ ഉൾപ്പെടുന്നു. നിത്യവും നാരായണനെ ധ്യാനിച്ച് നാമസങ്കീർത്തനം ചെയ്താൽ ശാസ്ത്രങ്ങളിൽ വിശ്വാസമുണ്ടാകും. സർവജീവജാലങ്ങളോടും ദയ ഉണ്ടാകണം. ഗുരുക്കന്മാരെയും സജ്ജനങ്ങളെയും ആദരിക്കണം. വിഷ്ണുപ്രിയമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് തീർത്ഥങ്ങൾ തോറും സഞ്ചരിക്കേണ്ടതായ ആവശ്യമില്ല. സജ്ജനങ്ങളെ കാണുമ്പോൾ തന്നെ വിഷ്ണുഭക്തരുടെ മനസ്സിൽ അലിവ് ഉണ്ടാകും. വിഷ്ണു പ്രീതികരങ്ങളും ദുഃഖങ്ങൾ നശിപ്പിക്കുന്നവയും ആയ അനേകം ധർമ്മങ്ങൾ ഉണ്ട്. അവയുടെ സാരാംശമാണ് വിഷ്ണുദേവൻ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുത്തത്. വൈശാഖധർമ്മം എന്ന പേരിൽ അവ അറിയപ്പെടുന്നു. ആ ധർമ്മങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഇതാണ്: തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, തണ്ണീർ പന്തൽ നിർമ്മിക്കണം, അഭക്ഷ്യഭക്ഷണം ഒഴിവാക്കണം, പ്രാതസ്നാനം നടത്തണം, ദാനകർമ്മങ്ങൾ നിർവഹിക്കണം, പിതൃകർമ്മങ്ങൾ നിർവഹിക്കണം. ഇങ്ങനെ വേടനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള പേരാൽ പെട്ടെന്ന് ഭൂമിയിൽ പതിച്ചു. വൃക്ഷത്തിൻ്റെ പൊത്തിൽ നിന്ന് ഒരു ഘോര സർപ്പം പുറത്തു വന്നു. ഭയം ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ആ സർപ്പം ആ ശരീരം ഉപേക്ഷിച്ച് ഒരു ദിവ്യ ശരീരം പ്രാപിച്ചു. സർപ്പദേഹം ത്യജിച്ച ദിവ്യൻ്റെ കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരി ഓം.